ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നവംബർ 22, 2024 നമ്മുടെ ഫുട്ബോൾ അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം, കഴിഞ്ഞ 10 ദിവസമായി അന്താരാഷ്ട്ര ഫുട്ബോളാണ് നടന്നു വന്നിരുന്നത്. ഇൻ്റർനാഷണൽ ബ്രേക്ക് ആയിരുന്നു ക്ലബ്ബ് മത്സരങ്ങൾക്ക്. ഇന്ന് രാത്രിയോടുകൂടി, ഇന്ന് വൈകുന്നേരത്തോടെയല്ല, വിവിധ രാജ്യങ്ങളിലെ ലീഗ് മത്സരങ്ങളൊക്കെ പന്തുകൾ വീണ്ടും ഉരുണ്ടു തുടങ്ങും. പ്രീമിയർ ലീഗിൽ നാളെയാണ് കളി. നാളെ മാഞ്ചസ്റ്റർ സിറ്റിയും ടോട്ടൻഹാമും തമ്മിലൊരു കളി ഉണ്ട്. ലാലിഗയിൽ ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷം കളി തുടങ്ങുന്നുണ്ട്. ഇന്നത്തെ വൈകുന്നേരം ആദ്യം നടക്കുന്ന കളി നമുക്കറിയാം. ആദ്യം ഇറങ്ങുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ടീമായ അൽ നസറാണ്. അൽ നാസർ ഇന്ന് രാത്രി 11 മണിക്ക് നമുക്കറിയാം അൽ ഖ്വാദിസിയുമായി ഏറ്റുമുട്ടും. സൗദി പ്രോ ലീഗിൽ ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നാസർ 3-ാം സ്ഥാനത്താണ്. 1-ാം സ്ഥാനത്ത് ജൂനിയർ നെയ്മറുടെ അൽ ഹിലാലാണ്. നെയ്മർ ഈ കളിച്ചിട്ടില്ലെങ്കിലും സെർബിയയുടെ മിത്രോവിക്കിനെ മുന്നിൽ നിർത്തി കളിക്കുന്ന അൽ ഹിലാൽ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യനാണ്. ഈ വർഷവും അവർ തന്നെയാണ് മുമ്പിൽ. ലോക ക്ലബ്ബ് ഫുട്ബോളിലും ഏഷ്യയെ പ്രതിനിധീകരിക്കുന്ന ഒരു ക്ലബ്ബ് അൽ ഹിലാലാണ്. 2-ാം സ്ഥാനത്തുള്ളത് കരീം ബെൻസിമ നയിക്കുന്ന അൽ ഇത്തിഹാദാണ്. 3-ാം സ്ഥാനത്താണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നാസർ ഉള്ളത്. അൽ നാസർ ഇപ്രാവശ്യം ഒരു കളിയും തോറ്റിട്ടില്ല. 10 കളി കളിച്ചതിൽ 6 മത്സരങ്ങൾ വിജയിക്കുകയും 4 മത്സരങ്ങൾ സമനില ആവുകയും ചെയ്ത് 22 പോയിൻ്റോടെയാണ് അൽ നാസർ നിൽക്കുന്നത്. റൊണാൾഡോ ഗോൾ സ്കോറർമാരുടെ മുന്നിൽ തന്നെയാണ്. 10 ഗോൾ ഇതുവരെ ഈ ലീഗിൽ അടിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ക്രിസ്ത്യാനോ റൊണാൾഡോ അതിവേഗം 1000 ഗോൾ എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷത്തോടെ ഈ പോക്കുപോണി അടുത്ത വർഷത്തോടെ അദ്ദേഹത്തേക്കും നമുക്കൊക്കെ അറിയാം. മറ്റൊരു അപ്ഡേറ്റ് പറയാനുള്ളത്, ISLലും ഈ ആഴ്ച കളിയുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഗെയിമുള്ളത് ഞായറാഴ്ചയാണ്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് സന്തോഷ് ട്രോഫിയുടെ കാര്യമാണ്. സന്തോഷ് ട്രോഫിയിൽ കേരളം ഇന്ന് ഇറങ്ങിയിരുന്നു. 10 ഗോളിന് ലക്ഷദ്വീപിനെ പരാജയപ്പെടുത്തി. ലക്ഷദ്വീപ് ഒരു കുഞ്ഞൻ ടീമായതുകൊണ്ട് ഗോളിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. എന്നാലും നമുക്കറിയാം, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭയങ്കര മത്സര പ്രാക്ടീസാണ്. ഇനി നേരിടാനുള്ളതൊക്കെ ശക്തിയുള്ള ടീമുകളായിരിക്കും ഈ റൗണ്ടിനപ്പുറം കടന്നു കഴിഞ്ഞാൽ. അടുത്തൊരു മത്സരം പോണ്ടിച്ചേരിയുമായിട്ടൊരു കളി കൂടി ബാക്കിയുണ്ട്. അതിനുശേഷം അതിലൂടെ അതൊരു സമനിലയെങ്കിലും കിട്ടിയാൽ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. പിന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റാണ് നേരത്തെ പത്രത്തിൽ കണ്ടത്. നമുക്കറിയാം, റോഡ്രി പരിക്ക് പറ്റി കളിയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെന്നറിയാം. ബാലൻഡിയോർ ജേതാവ് സ്പെയിനിൻ്റെ റോഡ്രി. അതിന് പകരം ആ പൊസിഷനിൽ സിറ്റിയിൽ കളിക്കുന്ന ആളാണ് കോവാസിക്കിനും ഈ ആഴ്ച പരിക്ക് പറ്റിയിട്ടുണ്ട്. നമുക്കറിയാം, ക്രൊയേഷ്യക്ക് വേണ്ടി UEFA നാഷൻസ് ലീഗിൽ ഇറങ്ങിയിരുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിന് പരിക്ക് പറ്റി. ഇനി 1 മാസത്തോളം കളിക്കളത്തിൽ ഉണ്ടാവില്ല എന്നാണ് ഇന്ന് പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ നാളെ സിറ്റിയും ടോട്ടൻഹാമും തമ്മിലുള്ള കളിയിൽ അദ്ദേഹം കളിക്കാൻ സാധ്യത ഇല്ല. സിറ്റിയെ സംബന്ധിച്ചിടത്തോളം 4 മത്സരങ്ങൾ, അവർ നിലവിലുള്ള ചാമ്പ്യന്മാരാണ്. യൂറോപ്പിലെ ക്ലബ്ബുകളിൽ 1-ാം റാങ്കിൽ നിൽക്കുന്ന ടീമാണ്. പക്ഷേ കഴിഞ്ഞ 4 മത്സരങ്ങൾ തുടർച്ചയായി അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നൊരു തിരിച്ചറിവ് നാളെ അവർക്ക് അത്യാവശ്യമാണ്. ഈ തോറ്റ 4 മത്സരങ്ങളും എവേ മത്സരങ്ങളായിരുന്നു. മറ്റ് ക്ലബ്ബുകളുടെ സ്റ്റേഡിയങ്ങളിൽ പോയിട്ടാണ് കളിച്ചത്. നാളെ നടക്കാൻ പോകുന്ന മത്സരം സ്വന്തം സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്. ഏതായാലും പെപ് ഗാർഡിയോള ആരൊക്കെ കളിപ്പിക്കുമെന്ന് നമുക്ക് നാളെ കാണാം. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നമുക്കറിയാം, അണ്ടർ 21 താരങ്ങളായ
താരങ്ങളെ പലരെയും കളിപ്പിച്ചിട്ടാണ് കളിക്കാരുടെ ക്ഷാമം അദ്ദേഹം തീർത്തിരുന്നത്. ഇത്രയൊക്കെയാണ് ഫുട്ബോൾ അപ്ഡേറ്റിൽ പറയാനുള്ളത്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.